ഹോർമൂസ് കടലിടുക്കിൽ എണ്ണക്കപ്പലിന് നേരെ വീണ്ടും അജ്ഞാത ആക്രമണമുണ്ടായതായി യുണൈറ്റഡ് കിംസ് മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് അറിയിച്ചിരിക്കുകയാണ്. ഒമാനിലെ ഖസബ് തീരത്തോട് ചേർന്ന് ചൊവ്വാഴ്ചയാണ് സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അജ്ഞാത പ്രൊജക്ടൈൽ പതിച്ചതിനെ തുടർന്ന് കപ്പലിൽ ഉണ്ടായ തീപിടുത്തം അണച്ചതായും ജീവനക്കാർ എല്ലാവരും സുരക്ഷിതരാണെന്നും UKMTO വ്യക്തമായി പറയുന്നുണ്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇതേ പാതയിലൂടെ സഞ്ചരിച്ച ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു ജീവനക്കാരൻ കൊല്ലപ്പെട്ടിരുന്നു. തുടർച്ചയായി ഉണ്ടാകുന്ന ഇത്തരം ആക്രമണങ്ങൾ ഹോർമൂസിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. ആക്രമണ ഭീഷണിയെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ നീക്കം ഈ ആഴ്ച വൻതോതിൽ ഇടിഞ്ഞു. മുമ്പ് പ്രതിദിനം 130-ലധികം കപ്പലുകൾ സഞ്ചരിച്ചിരുന്ന ഈ പാതയിൽ ചൊവ്വാഴ്ച 5 കപ്പലുകൾ മാത്രമാണ് സർവീസ് നടത്തിയതെന്ന് പ്രമുഖ കപ്പൽ ട്രാക്കിംഗ് സ്ഥാപനമായ കെപ്ലർ അറിയിച്ചു. തിങ്കളാഴ്ച 7 കപ്പലുകളാണ് കടന്നുപോയത്. അതിനിടെ ഹോർമൂസിൽ നിന്നുള്ള വരുമാനം പങ്കുവയ്ക്കാനായി ഇറാനും ഒമാനും തമ്മിൽ നിർണായക ധാരണയിൽ എത്തിയെന്നാണ് സൂചന. IRGC വക്താവിനെ ഉദ്ധരിച്ച് ഇറാനിലെ തസ്ലീം വാർത്താ ഏജൻസിയായ IRGCയെ ഉദ്ധരിച്ചുകൊണ്ട് ഇറാനിലെ തസ്ലീം വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഒമാൻ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. ഒമാനും ഇറാനും ചേർന്ന് തുറക്കുന്ന പാതയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ലെന്ന് ഇറാൻ അറിയിച്ചിട്ടുണ്ട്. സുരക്ഷിതമായ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനായി ഇറാനും ഒമാനും സംയുക്തമായി ഒരു താത്കാലിക സമുദ്ര ഇടനാഴിക്ക് രൂപം നൽകാനാണ് ധാരണ. അതേസമയം ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന US ഉപരോധങ്ങൾക്കെതിരെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചി രംഗത്ത് വന്നിരിക്കുകയാണ്. അമേരിക്കയുടേത് സാമ്പത്തിക ഭീകരതാണെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം ഈ നിയമവിരുദ്ധ ഉപരോധങ്ങളെ അപലപിക്കാൻ ഐക്യരാഷ്ട്ര സഭയ്ക്കും അംഗരാജ്യങ്ങൾക്കും നിയമപരവും അതോടൊപ്പം തന്നെ ധാർമ്മികവുമായ ഉത്തരവാദിത്തമുണ്ടെന്നാണ് പറയുന്നത്. ജൂണിൽ ഒപ്പുവെച്ച താത്കാലിക സമാധാന കരാറിലെ വ്യവസ്ഥകൾ US പാലിക്കുന്നു എന്നും അതിനെതിരെ കടലിടുക്ക് പൂർണ്ണമായി തുറക്കില്ലെന്നും ഇറാന്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഗരീബാദി പ്രതികരിച്ചിട്ടുണ്ട്. നിലവിൽ ഈ സമാധാന കരാറിന്റെ കാലാവധി അവസാനിച്ചിരിക്കുകയാണ്. കപ്പലിൽ ഉണ്ടായിരുന്ന മുഴുവൻ ജീവനക്കാരും സുരക്ഷിതരാണെന്നും സംഭവ സ്ഥലത്ത് എണ്ണച്ചോർച്ചയോ മറ്റ് പാരിസ്ഥിതിക ആഹ്ലാദങ്ങളോ ഉണ്ടായിട്ടില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നു. പ്രാദേശിക ഭരണകൂടത്തിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഓഗസ്റ്റ് 25-നാണ് ആക്രമണം നടന്നതെന്നും ഓഗസ്റ്റ് 27-ന് ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചതായും UKMTO വ്യക്തമായി പറയുന്നു. ഇതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ലിബേരിയൻ പതാകയുള്ള മറ്റൊരു എണ്ണക്കപ്പലിന് നേരെയും മേഖലയിൽ ആക്രമണമുണ്ടായി. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയെ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് നീക്കം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. മേഖലയിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും സംശയാസ്പദമായ നീക്കങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വിവരം അറിയിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.